My dear students, all of you are welcome to today's class. For the last few days, we were discussing different measures for making our schools more inclusive. And today, in the fourth and last unit, namely making schools more inclusive, we are going to discuss the following very important topics. Namely, strategies for meeting diversity in the classroom and concept of resource teacher. Now we can go through these topics in detail. Strategies for meeting diversity in the classroom. നമുക്കറിയാം ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റി ഉള്ള കുട്ടികളെ ഡീൽ ചെയ്യണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളുള്ള കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നമ്മൾ പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് കുറച്ച് തന്ത്രങ്ങൾ, പഠന തന്ത്രങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. ചില പഠന തന്ത്രങ്ങളാണ്, അത്തരത്തിലുള്ള ചില പഠന തന്ത്രങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷൻ. ബോധന സമ്പ്രദായത്തിന് വ്യത്യസ്തമായ രീതികളിലാക്കിയിട്ട് വ്യത്യസ്തതയുള്ള കുട്ടികൾക്ക്, പലതരത്തിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള കുട്ടികൾക്ക്, പലതരത്തിലുള്ള നിലവാരത്തിലുള്ള കുട്ടികൾക്ക്, പലതരം എബിലിറ്റിയുള്ള കുട്ടികൾ, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതയുള്ള കുട്ടികളാണല്ലോ നമ്മൾ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്തപ്പെടുത്തി കൊടുക്കണം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കണം. ബോധന സമ്പ്രദായം എല്ലാ കുട്ടികൾക്കും ഒരേപോലെയല്ല. അപ്പം കുട്ടികളുടെ നീഡനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വ്യത്യാസപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെയർനെസ് ഇൻ എഡ്യൂക്കേഷൻ മീൻസ് അക്കൗണ്ടിങ് ഫോർ ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ കരിക്കുലം അക്കോർഡിംഗ്ലി. എഡ്യൂക്കേഷനിൽ ഫെയർനെസ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ വ്യക്തിയുടെയും വിദ്യാർത്ഥിയുടെ വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങൾ, അതിനോട് നമ്മൾ ശരിയായ രീതിയിൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ കരിക്കുലം അക്കോർഡിംഗ്ലി. അതിനനുസൃതമായ രീതിയിൽ പാഠ്യപദ്ധതിയെ നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യുക. അതിനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം കുട്ടികളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങൾ, കുട്ടികളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് കരിക്കുലത്തെ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഇതാണ് എഡ്യൂക്കേഷനിൽ ഫെയർനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിഫറൻഷിയേഷൻ അലോസ് ടീച്ചർ ടു പ്രൊവൈഡ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ by changing the pace, level or style of teaching to engage students' strengths and interests. എന്താണ് ഡിഫറൻഷിയേഷൻ കൊണ്ട് ഉള്ള നേട്ടങ്ങൾ? ഇറ്റ് അലൗസ് ടീച്ചർ ടു പ്രൊവൈഡ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. കുട്ടികൾക്ക് വ്യക്തിഗതമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, ബോധനം നൽകാൻ അത് ടീച്ചർ അനുവദിക്കുന്നു. എങ്ങനെ? ബൈ ചേഞ്ചിങ് ദ പേസ്, ലെവൽ ഓർ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ഗതി, അതുപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ ലെവല്, അതുപോലെ തന്നെ ടീച്ചിങ് സ്റ്റൈൽ. വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലുകളുടെ കുട്ടികളുണ്ട്, വ്യത്യസ്ത ലെവലിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ നൽകുക എന്നുള്ളതാണ്. ടു എൻഗേജ് സ്റ്റുഡൻസ് സ്ട്രെങ്ത്സ് ആൻഡ് ഇൻട്രസ്റ്റ്. എന്തിനാ? കുട്ടികളുടെ സ്ട്രെങ്ത്തുകൾ, കുട്ടികളുടെ ശക്തിയും അതുപോലെ തന്നെ താല്പര്യങ്ങളും, കുട്ടികളുടെ എബിലിറ്റീസും അതുപോലെ തന്നെ താല്പര്യങ്ങളും അതിനെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ വ്യത്യസ്തമായ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ള കുട്ടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഓരോ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇൻട്രസ്റ്റും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അവരുടെ സ്ട്രെങ്ത്തിനെയും ഇൻട്രസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ പേസ്,
അതുപോലെ ലെവല് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയാണെന്നർത്ഥം. All children in our classroom can achieve at a higher level when we are conscientious about providing instruction that fits how they learn best. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഹയർ ലെവലിലുള്ള ഉയർന്ന തലത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. എപ്പോഴേ when we are conscientious about providing instruction that fits how they learn best. നമുക്ക് എങ്ങനെയാണ് കുട്ടി നന്നായിട്ട് പഠിക്കുന്നത് അതിനനുസൃതമായിക്കൊണ്ടുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സാക്ഷി നമുക്കുണ്ടെങ്കിൽ, കുട്ടികളെ എങ്ങനെയാണ് നന്നായിട്ട് പഠിക്കുക, ഏത് രീതിയിലാണെങ്കിലാണ് കുട്ടികൾ നന്നായിട്ട് പഠിക്കുക, അതിനനുസൃതമായിക്കൊണ്ടുള്ള ഇൻസ്ട്രക്ഷൻ കുട്ടികൾക്ക് നമുക്ക് നൽകാൻ ഉള്ള ഒരു മനസ്സാക്ഷി നമുക്കുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഹയർ ലെവൽ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. It includes reducing assignments or extending deadlines to a child's abilities. അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ അസൈൻമെൻറ്റുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഓർ എക്സ്റ്റെൻഡിങ് ഡെഡ്ലൈൻസ് ടു എ ചൈൽഡ്സ് ആബിലിറ്റീസ്. കുട്ടിയുടെ കഴിവുകൾ, ആ കഴിവുകൾക്ക് ഒരു ഡെഡ്ലൈൻസ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം കുട്ടിയുടെ കഴിവുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പിന്നെ പരിമിതമായ ഡെഡ്ലൈൻസ് നിശ്ചയിക്കാതെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ അസൈൻമെൻറ്റുകളൊക്കെ പിന്നെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ഇത് രണ്ടും അതിനകത്ത് വരുന്നുണ്ട്. ഇതിലാണ് ഡിഫറൻഷിയേറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന ഒരു പിന്നെ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ക്യാപിറ്റലൈസ് ഓൺ ലേണിംഗ് സ്റ്റൈൽ. കുട്ടികൾക്ക് വിവിധ രീതിയിലുള്ള പഠന രീതികളുണ്ട്, ലേണിംഗ് സ്റ്റൈലുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് സ്റ്റൈലുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ലേൺ ഇൻ എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേസ്. കുട്ടികൾ ഒരുപാട് വ്യത്യസ്തമായ വഴികളിൽ കൂടി അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികളിൽ കൂടിയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേണിംഗ് സ്റ്റൈലൊക്കെ സൈക്കോളജിയിൽ. അതിൽ വിഷ്വൽ ലേണേഴ്സ് ലേൺ മോസ്റ്റ് ഇഫക്റ്റീവ്ലി ഫ്രം വിഷ്വൽ ഇൻഫർമേഷൻ. വിഷ്വൽ ലേണേഴ്സ്, അതായത് കണ്ടിട്ട് പഠിക്കുന്നത് കൂടുതൽ താല്പര്യമുള്ള കുട്ടികൾ, അവർ ഫലപ്രദമായിട്ട് പഠിക്കുന്നത് വിഷ്വൽ ഇൻഫർമേഷനിൽ കൂടിയാണ്. അപ്പോൾ അവർക്ക് കാണാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. അവർക്ക് കൂടുതലായിട്ട് താല്പര്യം കണ്ടു പഠിക്കുന്നതിലായിരിക്കും. അതിൽ ഓഡിറ്ററി ലേണേഴ്സ് ലേൺ ബെസ്റ്റ് ഫ്രം വെർബൽ ഓർ ഓഡിയോ പ്രസൻറ്റേഷൻ. എന്നാൽ ചിലർക്ക് കേട്ട് പഠിക്കുന്നതായിരിക്കും താല്പര്യം. അപ്പോൾ ഓഡിറ്ററി ലേണേഴ്സ്, കേട്ട് പഠിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികൾ നന്നായിട്ട് പഠിക്കലപ്പെടാം വെർബലായിട്ടോ അല്ലെങ്കിൽ ഓഡിയോ പ്രസൻറ്റേഷനോ നമ്മൾ നൽകുമ്പോഴാണ്. അപ്പോൾ കേൾക്കാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ലെക്ചർ മെത്തേഡ്, വെർബലായിട്ട് ലെക്ചർ, എക്സ്പ്ലനേഷൻസ്, അതുപോലെ തന്നെ ഓഡിയോ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ കൊടുക്കുമ്പോഴാണ് ഓഡിറ്ററി ലേണേഴ്സ് നന്നായിട്ട് പിന്നെന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക എന്നുള്ളത്. എന്നാൽ ടാക്റ്റൈൽ കൈനറ്റിക് ലേണേഴ്സ് can do well when touching or moving in some ways as they take information. ടാക്റ്റൈൽ ഓർ കൈനറ്റിക് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ അതൊന്ന് തൊട്ടിട്ട് പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പഠിക്കുക. അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്, അവർ എന്തെങ്കിലുമൊക്കെ തൊടാൻ, സ്പർശിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ്. അതിനാണ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസിൽ കൂടി പഠിക്കുക. While students can often learn to some degree in all of these different ways, many excel in one area. കുട്ടികൾക്ക് ഈ ഏരിയയിലെല്ലാം ഒരു പരിധിവരെ പഠിക്കാൻ കഴിയും. ഈ രീതികൾ കൂടിയൊക്കെ ഓഫൻ ലേൺ ടു ഈ 3 വഴികൾ കൂടിയും 3 രീതികൾ കൂടി കുട്ടികൾക്ക് പഠിക്കാനൊക്കെ കഴിയും. പക്ഷേ മെനി എക്സൽ ഇൻ വൺ ഏരിയ. ചില അധിക കുട്ടികളും ഏതെങ്കിലും ഒരു ഏരിയയിലാണ് കൂടുതലായിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ കണ്ടിട്ടും കേട്ടിട്ടും ചെയ്തിട്ടും തൊട്ടിട്ടൊക്കെ എല്ലാവർക്കും പഠിക്കാൻ കഴിയും. പക്ഷേ ചില കുട്ടികൾക്ക് ഏതെങ്കിലും ഒന്നിൽ വിഷ്വൽ അല്ലെങ്കിൽ ഓഡിറ്ററി അല്ലെങ്കിൽ
ടാക്റ്റൈൽ ഒരു കൈനറ്റിക് ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക. ഡെഫിഷ്യൻസി ഇൻ വൺ ഓർ മോർ ഏരിയാസ് ഓഫ് ലേണിംഗ് ക്യാൻ ബി പാർട്ടിക്കുലർലി കോമൺ ഇൻ സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. ഒന്നോ അതിലധികമോ ഏരിയകളിലുള്ള പോരായ്മകൾ അത് കോമൺ ആണ്. പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ അത് കോമൺ ആണ്. ഒന്നോ അതിലധികമോ ഏരിയാസ് ഓഫ് ലേണിങ്ങിലുള്ള കുറവുകൾ, ഡെഫിഷ്യൻസ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ എന്താണ് കോമൺ ആണ്, സാധാരണയാണെന്നാണ്. നെക്സ്റ്റ്, ഇൻകോർപ്പറേറ്റ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടു കരിക്കുലം. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഹുമുഖ ബുദ്ധിശക്തി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നമ്മൾ കരിക്കുലത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് ഈ പാഠ്യ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ രൂപീകരിക്കുമ്പോൾ ബഹുമുഖ ബുദ്ധിശക്തി എന്നുള്ള ഈ ആശയത്തെ നമുക്ക് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. MIR എ ഫ്രെയിംവർക്ക് ഓഫ് സ്ട്രെങ്സ് ഔട്ട്ലൈൻ ബൈ ഹവാർഡ് ഗാർണർ, എ ഹവാർഡ് സൈക്കോളജിസ്റ്റ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് MI മീൻസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നാളെ ഒരു ചട്ടക്കൂടാണ്. എന്തിൻ്റെ? ഫ്രെയിംവർക്ക് ഓഫ് സ്ട്രെങ്സ്, കുട്ടികളുടെ കഴിവുകളുടെ ഒരു ഫ്രെയിംവർക്കാണ്, ചട്ടക്കൂടാണ്. ഔട്ട്ലൈൻ ബൈ ഹവാർഡ് ഗാർണർ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹവാർഡ് ഗാർണർ എന്ന ഹാർവാർഡ് സൈക്കോളജിസ്റ്റാണ് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയം കൊണ്ടുവന്നത്. ദേ ആർ ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ, മ്യൂസിക്കൽ ആൻഡ് റിതമാറ്റിക്, ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക്, ഇൻട്രാപേഴ്സണൽ ആൻഡ് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ട്, ഭാഷാപരമായിട്ട് കൂടുതലായിട്ട് കഴിവുകളുള്ള കുട്ടികളുടെ ഭാഷാ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഏർപ്പെടാനും അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസിലാണ്. അതുപോലെ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ, യുക്തിസഹമായി ചിന്തിക്കാനും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാനും കഴിയുന്ന കുട്ടികൾ, അവർക്ക് ആ ഏരിയയിലാണ് കൂടുതൽ വരിക. അതുപോലെ വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ, നമുക്ക് ഒരു സ്പേസ് വിഷ്വലായിട്ടുള്ള കാര്യങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനും അതുപോലെ സ്പേഷ്യലായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനും കഴിവുള്ള ഒരു ഏരിയയാണത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ മ്യൂസിക്കൽ ആൻഡ് റിതമിക്, സംഗീതപരമായിട്ടുള്ള അതിൻ്റെ റിതംസ് ഒക്കെ കൂടുതലായിട്ട് താല്പര്യം ഉള്ള കുട്ടികൾ, അതായത് അതിലൊക്കെ കൂടുതൽ കഴിവുള്ള കുട്ടികളുണ്ടാവും. സംഗീതജ്ഞരൊക്കെ അതിൽ വരുന്നതാണല്ലോ. അതുപോലെ ബോഡി ആൻഡ് കൈനസ്തെറ്റിക്, അത് ശരീരത്തിൻ്റെ മെയ്വഴക്കം ആയിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതിനനുസൃതമായിക്കൊണ്ട് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് അതിൻ്റെ മെയ്വഴക്കത്തോടു കൂടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാന്നുള്ളത്. സ്പോർട്സ്മാൻമാർ, സർക്കസ് താരങ്ങൾ ഒക്കെ ആ ഗണത്തിൽ വരുന്ന നമുക്കറിയാമല്ലോ. പിന്നെ ഡാൻസ് ചെയ്യുന്നവരൊക്കെ അതിനകത്ത് വരും. അതുപോലെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, അതായത് വ്യക്തിയാന്തരമായിട്ടുള്ള ബുദ്ധിശക്തി നമ്മൾ പഠിച്ചാണ്. വ്യക്തികളുടെ പരസ്പര ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ അതിൽ എല്ലാവർക്കും ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് പ്രാവീണ്യം കൂടുതലുണ്ടാവും. ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ അതിൽ വരുന്നതാണ്. നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുപോലെ ഇൻട്രാപേഴ്സണൽ, നമ്മുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിശക്തിയാണ് ഇൻട്രാപേഴ്സണൽ. ആൻഡ് നേച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ശരിയായ രീതിയിലൊക്കെ വിശകലനം ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിശക്തി. ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് ഇതിനെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ നമ്മുടെ ഹവാർഡ് ഗാർണർ. സ്റ്റുഡൻസ് ഓഫൻ ഹാവ് ഏരിയാസ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദേ ആർ പർട്ടിക്കുലർലി സ്ട്രോങ്. അപ്പോൾ ഈ കുട്ടിയൊക്കെ ഇതിലുള്ള എല്ലാ ബുദ്ധിശക്തിയും കുറേശ്ശൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ ചില ഏരിയാസിൽ, ചില മേഖലകളിൽ കൂടുതലായിട്ട് പ്രാവീണ്യം ചില കുട്ടികൾക്ക് ഉണ്ടാവും. ചില ഏരിയകളിൽ കൂടുതൽ സ്ട്രോങ് ആയി. ദീസ് ലേണിംഗ് സ്ട്രെങ്സ് ക്യാൻ ബി എൻകേജ്ഡ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് സക്സീഡ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. ഇവിടെ ഈ ലേണിംഗ് സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻഗേജ് ചെയ്യാം. അതിനെ നമുക്ക് എൻഗേജ് ചെയ്യാം. ഇതിനെ കുട്ടികളെ സഹായിക്കാൻ ഇത് ക്ലാസ് റൂമിൽ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്തിയിട്ട് ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ട് അവർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, നല്ല ഫുൾ പൊട്ടൻഷ്യാലിറ്റിയോട് കൂടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്
എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. അതുപോലെ ക്യാപിറ്റലൈസ് ഓൺ സ്റ്റുഡൻറ്റ് ഇൻട്രസ്റ്റ്, കുട്ടികളുടെ താല്പര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിനെ മുതലെടുക്കുക, അതിനെ മുതലാക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ഈസ് ടു ഇൻകോർപ്പറേറ്റ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ടു ദ കരിക്കുലം. കുട്ടികളുടെ താല്പര്യങ്ങളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതിൻ്റെ ബെസ്റ്റ് വഴി എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളുടെ താല്പര്യങ്ങളെ നമ്മൾ കരിക്കുലത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ താല്പര്യം അനുസൃതമായിട്ട് പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ താല്പര്യം അനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കരിക്കുലത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ടൈയിങ് ലേണിംഗ് ടു ഇൻട്രസ്റ്റ് ഈസ് എ പൊട്ടൻഷ്യലി പവർഫുൾ വേ ടു റീഇൻഫോഴ്സ് കോർ കരിക്കുലം കൺസെപ്റ്റ്സ്. ലേണിങ്ങിനെ പഠനത്തെ താല്പര്യവുമായിട്ട് ടൈ ചെയ്യുക, ബന്ധിപ്പിക്കുകയാണ്. പഠനത്തെ താല്പര്യമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. എന്തിന്, കോർ കരിക്കുലം കൺസെപ്റ്റുകൾ കുട്ടിയൊക്കെ റീഇൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കുട്ടികളുടെ താല്പര്യങ്ങളെ നമ്മൾ പഠനമായിട്ട് ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത്. സോ ടീച്ചർ ഷുഡ് ഇൻക്ലൂഡ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ഇൻ ഓൾ വേസ്. അതുകൊണ്ട് ടീച്ചർ കുട്ടികളുടെ ഇൻട്രസ്റ്റിന് എല്ലാ രീതിയിലും എന്ത് ചെയ്യണം, ആ കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഗോൾസ്. അഞ്ചാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും അത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. സ്റ്റുഡൻസ് പെർഫോം ബെസ്റ്റ് വെൻ ദേ ഫീൽ ദാറ്റ് ദേ ആർ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ലേണിംഗ്. കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാമോ, അവർ പഠനത്തിലെ സജീവ പങ്കാളികളാകുമ്പോഴാണ് കുട്ടികൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. അവർക്ക് സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ടെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുമ്പോൾ, തോന്നുമ്പോഴാണ് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുക. അതുകൊണ്ട് സോ ടീച്ചേഴ്സ് മസ്റ്റ് ട്രൈ ടു ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ക്രിയേറ്റിംഗ് ഗോൾസ് റിലേറ്റഡ് ടു ലേണിംഗ് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കണം എന്തിന്, ഇൻ ക്രിയേറ്റിംഗ് ഗോൾസ് റിലേറ്റഡ് ടു ലേണിംഗ് ആക്ടിവിറ്റീസ്. പഠന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗോൾസുകൾ, ലക്ഷ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ആ കുട്ടികളെ എന്ത് ചെയ്യണം, പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ചിൽഡ്രൻ വിത്ത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആൻഡ് ലേണിംഗ് ഡിഫിക്കൽറ്റീസ് മേ ഹാവ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്കൂൾ വർക്ക്. മാനസികമായിട്ടുള്ള ഹെൽത്ത് ഡിസോർഡറുള്ള കുട്ടികളെ, അതുപോലെ തന്നെ ലേണിംഗ് ഡിഫിക്കൽറ്റീസ്, പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾ പലപ്പോഴും എന്താണ്, സ്കൂൾ വർക്കിനോടൊക്കെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്നത് നമുക്കറിയാം. മാനസികാരോഗ്യം ഇല്ലാത്ത കുട്ടികളും വ്യത്യസ്തമായ പഠന വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ അവർ ശരിക്കും സ്കൂൾ വർക്കിനോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്താറുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കണം. സോ ഇൻസെൻറ്റീവ്സ് ആർ റിക്വയർഡ് ഫോർ ദീസ് ചിൽഡ്രൻ. ഇത്തരം കുട്ടികൾക്ക് നമ്മൾ ഇൻസെൻറ്റീവ്സ്, പ്രോത്സാഹനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. നല്ല ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, അവരെ ഈ ലക്ഷ്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതാണ്. നെക്സ്റ്റ് വൺ, യൂസ് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. ഇന്ന് ശാസ്ത്ര സാങ്കേതിക യുഗമാണല്ലോ, അതുകൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഒരു നല്ല രീതിയാണ്. കുട്ടികളുടെ താല്പര്യമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവരുടെ കഴിവുകളെ പരമാവധി വികസിപ്പിച്ചെടുക്കാൻ. മോസ്റ്റ് സ്റ്റുഡൻസ് എൻജോയ് വർക്കിംഗ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് വിച്ച് ക്യാൻ സ്റ്റിമുലേറ്റ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ സ്കൂൾ വർക്ക്. അധിക കുട്ടികളും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത് ആസ്വദിക്കുന്നവരാണ്. അത് സ്കൂൾ വർക്കിനുള്ള അവരുടെ താല്പര്യം അതിനെ എന്ത് ചെയ്യുന്നു, പ്രചോദിപ്പിക്കുന്നതാണ്. കൂടുതൽ പ്രചോദനം അവർക്ക് കിട്ടും വർക്ക് ചെയ്യാൻ. എ വൈഡ് അസോർട്ട്മെൻറ്റ് ഓഫ് അവൈലബിൾ പ്രോഗ്രാംസ് മേക്സ് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ബി റെലവൻറ്റ് ഇൻ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് എന്താണ്, അവർക്ക് വളരെയധികം പ്രയോജനകരമായ രീതിയിൽ, റെലവൻ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ ഒരു ശേഖരം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ ഒരു ശേഖരം ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കേണ്ടതുണ്ട്. ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ് that incorporate material from content themes can reinforce concepts for visual and tactile learners.
വിഷ്വൽ ലേണേഴ്സിനും ടാക്ടൈൽ ലേണേഴ്സിനും, അതായത് ഈ കണ്ടുപഠിക്കാനും എന്തെങ്കിലുമൊക്കെ സ്പർശിച്ച് പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ, അനുഭവിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ, ആ കുട്ടികൾക്ക് പലതരം പ്രവർത്തനങ്ങളെ, ഗെയിംസുകൾ കണ്ടൻറ് തീമുമായിട്ട് ബന്ധിപ്പിച്ച് കൊടുക്കുമ്പോൾ അത് വളരെയധികം അവരെ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പ്രബലപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഗെയിംസുകൾ, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ എന്താണ് കണ്ടൻറ് തീംസുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഇഫക്റ്റീവ്ലി, കുട്ടികൾ വളരെ ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എ സ്റ്റുഡൻറ്റ് ഹൂ സ്ട്രഗിൾ ഇൻ വൺ ആസ്പെക്ട് ഓഫ് എ സബ്ജക്ട് മേ എക്സൽ ഇൻ അനദർ. ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടി പക്ഷേ മറ്റൊരു ആസ്പെക്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പഠനത്തിൻ്റെ സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടിക്ക് മറ്റൊരു ആസ്പെക്റ്റിൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റുഡൻസ് സോ ദാറ്റ് ദേ ക്യാൻ ബോത്ത് ഷോക്കേസ് സ്ട്രെങ്സ് ആൻഡ് ലേൺ ഫ്രം പിയേഴ്സ്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. എങ്ങനെയാ? അവരുടെ സ്ട്രെങ്ത്തുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അതിൽ പിയേഴ്സിൽ നിന്നും സമപ്രായക്കാരിൽ നിന്നും കുട്ടികൾക്ക് പരസ്പരം പഠിക്കാനൊക്കെ ആവശ്യമായ രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം. ടീച്ചർ മസ്റ്റ് ആൾസോ ഗീവ് കെയർഫുൾ കൺസിഡറേഷൻ ടു ദ സോഷ്യൽ ഡൈനാമിക്സ് ഓഫ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന ശ്രദ്ധാപൂർവം ടീച്ചർ എന്ത് ചെയ്യണം, നൽകേണ്ടതുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള പരിഗണന നൽകിക്കൊണ്ട് നല്ല തരത്തിലുള്ള ഗ്രൂപ്പ് വർക്കുകൾ കൊടുക്കേണ്ടതുണ്ട്. ചിൽഡ്രൻ ഹു ഹാവ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആൻഡ് ലേണിംഗ് ഡിഫിക്കൽറ്റി benefits from working with students who are especially kind, patient and empathetic. മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയാമോ? കൂടുതൽ അവരോട് സ്നേഹം, അതുപോലെ തന്നെ സഹാനുഭൂതി, ക്ഷമയൊക്കെ കാണിക്കുന്ന, എമ്പതി ഒക്കെ കാണിക്കുന്ന കുട്ടികളുമായിട്ട് കൂടി പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ അവരോട് ഹെൽത്ത് ഡിസോർഡറോ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റിയുള്ള കുട്ടികളോട് കൂടുതൽ എമ്പതാറ്റിക്കായിട്ട് വളരെയധികം സഹാനുഭൂതിയോടുകൂടി അവരുടേതായ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കണ്ടുകൊണ്ട് അവർക്ക് പരിഹാരം കൊടുക്കുന്ന ഒരു മനസ്ഥിതിയുള്ള കുട്ടികളുമായിട്ട്, ക്ഷമാപൂർവ്വം അവർ പറയുന്നതൊക്കെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള സന്നദ്ധതയുള്ള കുട്ടികളുമായിട്ട്, അവരോട് വളരെയധികം സ്നേഹം, ദയയുള്ള കുട്ടികൾ, അവരോടുമായി ഒത്ത് പ്രവർത്തിക്കുമ്പോഴാണ് അവർ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഈ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറും ലേണിംഗ് ഡിഫിക്കൽറ്റിയൊക്കെ ഉള്ള കുട്ടികൾക്ക് പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഗ്രൂപ്പ് വർക്കുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ലാസ്റ്റ്ലി കൺസിഡർ ഔട്ട്സൈഡ് പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ്. അതായത് ഔട്ട്സൈഡ് പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ്, അതായത് ക്ലാസ് റൂമിൽ തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ എല്ലാ കുട്ടികളുടെയും നീഡ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുള്ള പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ നൽകേണ്ടതുണ്ട്. സം ചിൽഡ്രൻ മേ ഹാവ് നീഡ്സ് ദാറ്റ് യു സിംപ്ലി കനോട്ട് മീറ്റ് ഇൻ ദ റെഗുലർ ക്ലാസ് റൂം. ചില കുട്ടികൾക്ക് റെഗുലർ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യാൻ, റെഗുലർ ക്ലാസ് റൂമിലെ പ്രവർത്തനം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയാത്ത പല നീഡ്സുകളും ഉണ്ടാവും, ആവശ്യങ്ങളുണ്ടാവും. എ ചൈൽഡ് വിത്ത് എ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ മൈറ്റ് റിക്വയർ ഇൻറ്റൻസീവ് വർക്ക് വിത്ത് എ സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്. ഉദാഹരണമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറുള്ള കുട്ടി, ആശയവിനിമയ ശേഷി കുറവുള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ പരിശീലനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നൽകുമ്പോഴാണ് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുക. സിമിലർലി ആൻ എക്സ്ട്രീംലി ഡിസ്റപ്റ്റീവ് സ്റ്റുഡൻറ്റ് മേ നീഡ് ടു സ്പെൻഡ് പാർട്ട് ഓഫ് ദ ഡേ ഇൻ എ പ്രോഗ്രാം സെറ്റപ്പ് ഫോർ ചിൽഡ്രൻ വിത്ത് സീരിയസ് ഇമോഷണൽ ഡിസോർഡേഴ്സ്. അതുപോലെ ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള സ്റ്റുഡൻറ്റ്, അതാണ് നശീകരണ സ്വഭാവമുള്ള കുട്ടികൾ, എക്സ്ട്രീമായിട്ട് നശീകരണ പ്രവണതയുള്ള കുട്ടികൾ, അവർക്ക് ചില പ്രോഗ്രാംസിലൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടാവും. സെറ്റപ്പ് ഫോർ ചിൽഡ്രൻ വിത്ത് സീരിയസ് ഇമോഷണൽ ഡിസോർഡേഴ്സ്, വളരെ ഗൗരവതരമായിട്ടുള്ള വൈകാരിക വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള
ചില പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമിലൊക്കെ ഈ ഇത്തരം കുട്ടികളെ, ഈ നശീകരണ പ്രവണതയുള്ള കുട്ടികളെ എന്ത് ചെയ്യണം, വിനാശകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളെ എന്ത് ചെയ്യണം, പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. ഇത്രയാണ് ഇതുവരെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്ക് കൺസെപ്റ്റ് ഓഫ് റിസോഴ്സ് ടീച്ചറാണ്. റിസോഴ്സ് ടീച്ചർ എന്ന ആശയം, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ റിസോഴ്സ് ടീച്ചർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേറ്റർ that focuses on helping children with the physical or educational learning difficulties to develop their reading and writing skills. ഒരു റിസോഴ്സ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേറ്ററാണ്. അതായത് അവർ കൃത്യമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ചില ഏരിയയിൽ. ദാറ്റ് ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഓർ എഡ്യൂക്കേഷൻ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ശാരീരികമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് എഡ്യൂക്കേഷനായിട്ടുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അവർ. ടു ഡെവലപ്പ് ദെയർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. അത്തരം കുട്ടികളുടെ റീഡിങ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേഖനശേഷി അതുപോലെ തന്നെ വായനാശേഷിയൊക്കെ ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് റിസോഴ്സ് ടീച്ചർ എന്ന് പറയുന്നത്. They must be organized, patient, good at motivating students, extremely understanding of pupils' individual needs and able to accept people's differences. ഇപ്പോൾ റിസോഴ്സ് ടീച്ചർ എപ്പോഴും എന്തായാലും ഓർഗനൈസ്ഡ് ആണ്. നന്നായിട്ട് അവർ എന്താണ് കൃത്യമായിട്ട് സംഗതികളൊക്കെ കൃത്യമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടാവും. സംഘാടക മികവുണ്ടാവണം. അവർ പേഷ്യൻ്റ് ആയിരിക്കണം. അത് നല്ല ക്ഷമയുള്ളവരായിരിക്കണം. ഗുഡ് അറ്റ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഉള്ള കഴിവുള്ളവരായിരിക്കണം. നന്നായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. എക്സ്ട്രീംലി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾസ് ഇൻഡിവിജ്വൽ നീഡ്സ്. കുട്ടികളുടെ വ്യക്തിഗതമായ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരായിരിക്കണം. ആൻഡ് ഏബിൾ ടു ആക്സെപ്റ്റ് പീപ്പിൾസ് ഡിഫറൻസസ്. അതുപോലെ കുട്ടികളുടെ വ്യത്യസ്തതകൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ കൃത്യമായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം റിസോഴ്സ് ടീച്ചർ എന്ന് പറയുന്നത്. This category includes teachers who are specialized in educating students who are visually or audibly impaired, and those teachers who concentrate on life skills and basic academic processes to the mentally impaired. അപ്പോൾ ഈ റിസോഴ്സ് ടീച്ചർ എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണ്? ടീച്ചേഴ്സ് ഹു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ഹു ആർ വിഷ്വലി ഓർ ഓഡിബിളി ഇമ്പയർഡ്. വിഷ്വൽ ഇമ്പയർമെൻ്റ് അല്ലെങ്കിൽ പിന്നെ ഓഡിറ്ററി ഇമ്പയർമെൻറ്റ് ഉള്ള കുട്ടികൾ, ഓഡിബിലിറ്റി കുറവാണ്, അതുപോലെ തന്നെ കാഴ്ചശക്തി കുറവാണ്, അങ്ങനെയുള്ള കുട്ടികൾ. ആൻഡ് ദോസ് ടീച്ചേഴ്സ് ഹു കോൺസെൻട്രേറ്റ് ഓൺ ലൈഫ് സ്കിൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ, വിഷ്വലി ഓർ ഓഡിബിളി ഇമ്പയർഡായിട്ടുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ആൻഡ് ദോസ് ടീച്ചേഴ്സ് ഹു കോൺസെൻട്രേറ്റ് ഓൺ ലൈഫ് സ്കിൽസ്. കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ്, ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നൈപുണികൾ വികസിപ്പിക്കാൻ അതിനുള്ള പരിശീലനങ്ങൾ നൽകാൻ സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടവരാണ്. ആൻഡ് ബേസിക് അക്കാഡമിക് പ്രോസസ് ടു ദ മെൻ്റലി ഇമ്പയർഡ്. അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള അക്കാഡമിക് പ്രോസസ്സ്, പഠനവുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ, വളരെ അടിസ്ഥാനപരമായ പ്രക്രിയകൾ, അതിലും സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടവരാണ്. ആർക്ക്? ടു ദ മെൻ്റലി ഇമ്പയർഡ്, മാനസികമായിട്ടുള്ള വൈകല്യമുള്ള കുട്ടികൾക്ക്. അപ്പോൾ മാനസികമായ വൈകല്യമുള്ള കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് പ്രോസസ്സിലും അവരുടെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരോ, അല്ലെങ്കിൽ വിഷ്വലി ഓർ ഓഡിബിളി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള പിന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കണം അതിലോ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരായിരിക്കും റിസോഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. Children with disabilities often require some kind of modified education in order to cope with the workload of a specific subject. വൈകല്യമുള്ള കുട്ടികൾ പലപ്പോഴും അവർക്ക് ആവശ്യമാണെന്ത്? മോഡിഫൈഡ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷനിലെ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങളായാലും മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു രീതി. ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് വിത്ത് ദ വർക്ക് ലോഡ് ഓഫ് എ സ്പെസിഫിക് സബ്ജക്റ്റ്. ഒരു സ്പെസിഫിക് സബ്ജക്റ്റ്, അതിൻ്റെ വർക്ക് ലോഡിന് അതുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സ് ഓർ കോംപ്രിഹെൻഷൻ എക്സർസൈസ്. ഉദാഹരണമായിട്ട് മാത്തമാറ്റിക്സ് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കുമല്ലോ.
അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എന്താണ് മോഡിഫൈഡ് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന മാതിരിയല്ല. അവർക്ക് ചിലപ്പം അവരുടെ ഒരു ഇൻഡിവിജ്വൽ നീഡ് അനുസരിച്ചിട്ട് അവരുടെ ഒരു ഡിസബിലിറ്റി അനുസരിച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്യണം. അവർക്ക് അത് മോഡിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ എക്സർസൈസ്, ചില കുട്ടികൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. Resource teachers are more likely to work with small groups of children on a wide range of academic subjects. Resource teachers എന്താണ് കൂടുതലായിട്ടും കുട്ടികൾ ചില ചെറിയ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പിലുള്ള വ്യത്യസ്തമായ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരാണ്. ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് അക്കാഡമിക് സബ്ജക്ട്സ്, അക്കാഡമിക്കായിട്ടുള്ള വിഷയങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള റേഞ്ചുകളിൽ കുട്ടികളെ ചെറിയ ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രവർത്തനങ്ങൾ നൽകുന്നവരാണ്. ദേ വിൽ അസിസ്റ്റ് വിത്ത് എനി സ്പെസിഫിക് പ്രോബ്ലം ദാറ്റ് ദേ മേ എൻകൗണ്ടർ. കുട്ടികളെ അഭിമുഖീകരിക്കുന്ന ഏതൊരു സ്പെസിഫിക് പ്രോബ്ലത്തെയും നേരിടാൻ ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ കുട്ടികൾക്ക് അവർ നൽകുന്നതായിരിക്കും. Resource teachers are expected to ensure that students who find the course more difficult or may feel overburdened by the school workload get all extra help they require. റിസോഴ്സ് ടീച്ചേഴ്സ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവർ ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്, അവർ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എന്താണ്? ദാറ്റ് സ്റ്റുഡൻസ് ഹു ഫൈൻഡ് ദ കോഴ്സ് മോർ ഡിഫിക്കൽട്ട്, കോഴ്സ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്ന കുട്ടികൾ, ഓർ മേ ഫീൽ ഓവർ ബേർഡൻ, അല്ലെങ്കിൽ ഓവർ ബേർഡൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്ന കുട്ടികൾ, അവരെ എന്ത് ചെയ്യണം? പ്രത്യേകം സഹായിക്കണം. അതായത് ഓവർ ബേർഡൻ ബൈ ദ സ്കൂൾ വർക്ക് ലോഡ് കൊണ്ട് ഓവർ ബേർഡൻ ഉള്ള കുട്ടികളെ, അല്ലെങ്കിൽ കോഴ്സ് വളരെ ഡിഫിക്കൽട്ടായി തോന്നുന്ന കുട്ടികൾ, അപ്പോൾ അവർക്ക് എക്സ്ട്രാ ഹെൽപ്പ് കൊടുക്കണം. ഗെറ്റ് ഓൾ എക്സ്ട്രാ ഹെൽപ്പ് ദേ റിക്വയർ. അവർക്ക് ആവശ്യമുള്ള എല്ലാ എക്സ്ട്രാ ഹെൽപ്പുകളും അധികമായിട്ടുള്ള സഹായങ്ങളും റിസോഴ്സ് ടീച്ചർ നൽകേണ്ടതുണ്ട്. അതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം. മെജോറിറ്റി ഓഫ് റിസോഴ്സ് ടീച്ചേഴ്സ് വർക്ക് വിത്ത് ചിൽഡ്രൻ who have mild or moderate disabilities by using the existing traditional teaching methods which are modified from the general education curriculum to meet each student's individual needs. ഭൂരിഭാഗം റിസോഴ്സ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത് അതായത് മൈൽഡായിട്ട് അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഡിസബിലിറ്റീസുള്ള കുട്ടികളുമായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് ദ എക്സിസ്റ്റിംഗ് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്, നിലവിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ വിച്ച് ആർ മോഡിഫൈഡ് ഫ്രം ദി ജനറൽ എഡ്യൂക്കേഷൻ കരിക്കുലം ടു മീറ്റ് ഈച്ച് സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ നീഡ്സ്. ജനറൽ എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ നിന്ന് ഓരോ കുട്ടിയുടെയും വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങൾ അതിനെ മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ആണ് ഈ അധികം റിസോഴ്സ് ടീച്ചേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ കരിക്കുലത്തെ കുട്ടികളുടെ ഇൻഡിവിജ്വൽ നീഡ് അനുസരിച്ചിട്ട് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ആണ് അവർ പ്രവർത്തനങ്ങൾ അവർക്ക് നൽകുന്നത് എന്നർത്ഥം. റിസോഴ്സ് ടീച്ചേഴ്സ് സെറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് റിയലിസ്റ്റിക് ടാർഗറ്റ്സ് ഫോർ ഈച്ച് ചൈൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ചൈൽഡ്സ് റെഗുലർ ടീച്ചർ. റിസോഴ്സ് ടീച്ചേഴ്സ് വ്യക്തിഗതമായിട്ടുള്ള യാഥാർത്ഥ്യബോധത്തോടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യും. ഓരോ കുട്ടിക്കും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള വ്യക്തിഗതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. വിത്ത് ഹെൽപ്പ് ഓഫ് ദ ചൈൽഡ്സ് റെഗുലർ ടീച്ചർ, കുട്ടിയുടെ റെഗുലർ ടീച്ചറുടെ അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ സഹായത്തോടു കൂടി. ഇപ്പോൾ ജനറൽ ടീച്ചറുടെ സഹായത്തോടു കൂടി ഓരോ കുട്ടിക്കും യാഥാർത്ഥ്യബോധത്തോടു കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ടാർഗറ്റുകൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യും റിസോഴ്സ് ടീച്ചർ. ദേ ആർ ആൾസോ റെസ്പോൺസിബിൾ ഫോർ മോണിറ്ററിങ്, റെക്കോർഡിംഗ് ആൻഡ് അസസിങ് ഈച്ച് ചൈൽഡ്സ് പ്രോഗ്രസ് ഇൻ കൊളാബറേഷൻ വിത്ത് ദെയർ നോർമൽ ടീച്ചർ. അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെയും പ്രോഗ്രസ് അതിനെ മോണിറ്റർ ചെയ്യുക, ചെയ്തത് അത് റെക്കോർഡ് ചെയ്യുക, അതുപോലെ അതിനെ വിലയിരുത്തി അസസ് ചെയ്യുക. ഇത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കേണ്ടവരാണ് റിസോഴ്സ് ടീച്ചർ ഇൻ കൊളാബറേഷൻ വിത്ത് ദെയർ നോർമൽ ടീച്ചർ. അവരുടെ
നോർമൽ ടീച്ചർ, അതായത് ജനറൽ ടീച്ചറുമായിട്ട് ഒത്ത് ചേർന്നുകൊണ്ട് അവരുള്ള കൂട്ടായ്മയിൽ കൂടി അവരുമായിട്ട് സഹകരിച്ചു കൊണ്ട് എന്ത് ചെയ്യണം, കുട്ടികളുടെ പ്രോഗ്രസ്, ഓരോ കുട്ടിയുടെയും പഠന പുരോഗതി മോണിറ്റർ ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഓൺ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് സച്ച് ആസ് പാരൻറ്റ് ടീച്ചർ കോൺഫറൻസസ്, both teachers will meet with child's parents in order to enable them to understand their child's education needs and how they are developing. പാരൻറ്റ് ടീച്ചർ കോൺഫറൻസ് ഒക്കെ നടക്കുന്ന PTA മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഈ രണ്ട് വിഭാഗം ടീച്ചേഴ്സും, ജനറൽ ടീച്ചേഴ്സും അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സും എന്ത് ചെയ്യും, ആ കുട്ടിയുടെ പാരൻസിനെ മീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാരൻസിനെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നീഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് അവരെ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക, അവരുടെ എഡ്യൂക്കേഷൻ നീഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചറും റിസോഴ്സ് ടീച്ചറും കൂടി എന്ത് ചെയ്യുന്നു, ഒത്തൊരുമിച്ചുകൊണ്ട് പാരൻസ് കോൺഫറൻസുകളൊക്കെ പങ്കെടുക്കും. Resource teachers are primarily involved in developing the students' behavioral, social and academic skills. അതുപോലെ തന്നെ റിസോഴ്സ് ടീച്ചേഴ്സ് പ്രാഥമികമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്തിലാണ്? കുട്ടികളുടെ ബിഹേവിയറലായിട്ടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ട അതുപോലെ സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കിൽസ്, സാമൂഹികവും അക്കാഡമികമായിട്ടുള്ള നൈപുണികൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് പ്രാഥമികമായിട്ട് റിസോഴ്സ് ടീച്ചേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. കുട്ടികളെ ബിഹേവിയർ, സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ. ദേ ആൾസോ ഹെൽപ്പ് സ്റ്റുഡൻസ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദെയർ ഇമോഷണൽ കണ്ടീഷൻ ആൻഡ് ടീച്ച് ദം ഹൗ ടു ഇൻട്രാക്ട് ഇഫക്റ്റീവ്ലി ഇൻ എവറി ഡേ സോഷ്യൽ സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ കുട്ടികളെ അവർ സഹായിക്കും എന്തിന്? ഇമോഷണൽ കുട്ടികളെ വൈകാരിക അവസ്ഥകളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ അവർ സഹായിക്കും. അതുപോലെ തന്നെ ഓരോ സോഷ്യൽ സിറ്റുവേഷനിലും എങ്ങനെയാണ് ഫലപ്രദമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ടത് എന്നും കുട്ടികളെ പഠിപ്പിക്കും. സോഷ്യൽ സിറ്റുവേഷൻസിൽ എങ്ങനെ നമ്മൾ ഫലപ്രദമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നും അതുപോലെ തന്നെ അവരുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയോട് കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും ആര്? റിസോഴ്സ് ടീച്ചേഴ്സ്. അവരങ്ങനെ കുട്ടികളെ സഹായിക്കേണ്ടതുണ്ട്. They are also assigned the responsibility to provide career counseling and teaching them life skills such as budgeting. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഉത്തരവാദിത്തമാണെന്ത്? കരിയർ കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത്. തൊഴിൽപരമായിട്ടുള്ള കൗൺസിലിംഗ് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് സ്വാശ്രയത്വത്തോടു കൂടി എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ജീവിത പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അവർക്കുണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് മുതലായിട്ടുള്ള ലൈഫ് സ്കിൽസ്, നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നൈപുണികൾ അതും അവരെ പഠിപ്പിച്ചു കൊടുക്കും. ആര്? റിസോഴ്സ് ടീച്ചേഴ്സ്. ഇതാണ് റിസോഴ്സ് ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളെന്ന് പറയുന്നത്. ഇനി റിസോഴ്സ് റൂംസ് എന്താണെന്ന് പരിശോധിക്കുക. സം സ്കൂൾസ് മേ ഹാവ് സ്പെഷ്യൽ ഇൻഡിവിജ്വൽ റൂംസ് കോൾഡ് റിസോഴ്സ് റൂംസ്. ചില സ്കൂളുകളിൽ സ്പെഷ്യൽ ഇൻഡിവിജ്വൽ റൂംസ് ഉണ്ടാവും. ഓരോ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ ആവശ്യമുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സ്പെഷ്യൽ ഇൻഡിവിജ്വൽ റൂംസ് ഉണ്ടാവും. ഇതിന് പറയുന്നത് റിസോഴ്സ് റൂമുകൾ എന്നാണ്. കാർഡ് റിസോഴ്സ് റൂംസ്. അതിനകത്തൊക്കെ എന്തൊക്കെ ഉണ്ടാവും സാധാരണ ഈ റിസോഴ്സ് റൂമിൽ? ഇറ്റ് കണ്ടെയ്ൻസ് കമ്പ്യൂട്ടേഴ്സ്, ബുക്സ്, റെഫറൻസ് ബുക്സ് ആൻഡ് അതർ എഡ്യൂക്കേഷണൽ എയ്ഡ്സ്. അതിനകത്ത് കമ്പ്യൂട്ടറുകളുണ്ടാവും, പുസ്തകങ്ങളുണ്ടാവും, റെഫറൻസ് പുസ്തകങ്ങളുണ്ടാവും, ആൻഡ് അതർ എഡ്യൂക്കേഷണൽ എയ്ഡ്സ്. അതുപോലെ തന്നെ മറ്റ് പല വിദ്യാഭ്യാസപരമായ ഉപകരണങ്ങളും ഉണ്ടാവും. കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരുപാട് ഉപകരണങ്ങളുണ്ടാവും. വ്യത്യസ്ത തലത്തിലുള്ള വ്യത്യസ്ത ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തനം നൽകാൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ എയ്ഡ്സുകൾ ഉണ്ടാവും. കമ്പ്യൂട്ടർ ഉണ്ടാവും, പുസ്തകങ്ങളുണ്ടാവും, റെഫറൻസ് പുസ്തകമൊക്കെ ഉണ്ടാവും. ഇത് റിസോഴ്സ് റൂമിൽ. ഇറ്റ് വിൽ ബി ഫിറ്റഡ് വിത്ത് ടെക്നോളജി ദാറ്റ് ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്.
such as computers with synthesizer speech or audio tapes to assist children. അതിനകത്ത് എന്തായിരിക്കും ടെക്നോളജിക്കലായിട്ട് കുട്ടികൾക്ക് സഹായകരമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ, അതുപോലെ സ്പീച്ച് ഓർ ഓഡിയോ ടേപ്സുകൾ മുതലായവ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പീച്ച് ഓർ ഓഡിയോ ടേപ്സ്, അതുപോലെ കമ്പ്യൂട്ടറുകൾ മുതലായ ഉപകരണങ്ങൾ, ടെക്നോളജിക്കൽ ഉപകരണങ്ങളൊക്കെ റിസോഴ്സ് റൂമുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളുടെ ഇൻഡിവിജ്വൽ നീഡ്സ് അനുസരിച്ചിട്ട് കുട്ടികളെ ആ റിസോഴ്സ് റൂമിൽ കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങൾ അതിനകത്തുണ്ടായി. ഇത്രയാണ് റിസോഴ്സ് റൂമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ തയ്യാറാക്കുക. എല്ലാവർക്കും നല്ല അധ്യാപകരാകാൻ കഴിയട്ടെ എന്ന് ആശംസയോട് കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്.